ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചുമ. അപ്പം നമ്മുടെ റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് നടത്തുന്ന RRB ജെയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്പർ, സെൻട്രൽ നോട്ടിഫിക്കേഷൻ നമ്പർ 05/2025 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 05/2025 CEN 05/2025 കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് നോട്ടിഫിക്കേഷനും വായിക്കാനായിട്ട് പറ്റും. അപ്പോൾ റെയിൽവേ ഒഫീഷ്യലി ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്റീവ് ഷോർട്ട് നോട്ടീസ് കഴിഞ്ഞ ഒക്ടോബർ 4 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ, അതായത് ഒക്ടോബർ 31 മുതൽ നിങ്ങൾക്ക് ജെയ്ക്ക് വേണ്ടിയിട്ട്, ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിനേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഒക്ടോബർ 31 മുതൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ലൈവ് ആണ്. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 30 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു മാസം നിങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷെ ഒരു മാസം വരെ നോക്കി നിൽക്കേണ്ട, നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ ഫോമുകളെല്ലാം ഫില്ല് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊള്ളുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 2 ഇനി മോഡിഫിക്കേഷൻസ്, കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്ഷൻസ് വരുത്തേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 3 മുതൽ ഡിസംബർ 12 വരെ കറക്ഷന് വേണ്ടിയിട്ട് വിൻഡോ ഓപ്പൺ ആയിട്ടിട്ടുണ്ടാകും. സോ നമ്മുടെ ജൂനിയർ എഞ്ചിനീയറിന്റെ ആ ഒരു ഏജ് ക്രൈറ്റീരിയ, അതേപോലെ എത്ര വേക്കൻസീസ് ആണ് ഈ വർഷം റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ വർഷം, അതിന് മുൻപ് വരെയും ജെയ് അങ്ങനെ എപ്പോഴും ഒന്നും വിളിക്കില്ല. കഴിഞ്ഞ വർഷം ഓൾറെഡി റെയിൽവേ പറഞ്ഞു ഇനി മുതൽ റെയിൽവേ എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ റെയിൽവേ NTPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയറിൻ്റെയും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റെയിൽവേ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അറൗണ്ട് 2569 വേക്കൻസീസ് ഓൾ ഇന്ത്യ ഒട്ടാകെ എല്ലാ RRBയിൽ നിന്നും ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ലെവൽ 6 പേ സ്കെയിലാണ്. ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 35,400 ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇൻ ഹാൻഡ് അറൗണ്ട് 65 മുതൽ 70K വരെ നിങ്ങൾക്ക് സാലറി ആയിട്ട് നിങ്ങളുടെ ഇൻ ഹാൻഡ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കും. അത് നല്ല ഒരു പോസ്റ്റാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റില്ല, ടെക്നിക്കൽ കൂടിയിട്ടുണ്ട് അല്ലേ. ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് ആണ്. അപ്പം നമ്മുടെ ടയർ 1 എന്ന് പറയുന്നത്, CBT 1 എന്ന് പറയുന്നത് കോമൺ ആണ്. മറ്റ് റെയിൽവേ എക്സാമുകളെ പോലെ തന്നെ കോമൺ ആണ്. ബട്ട് ടയർ 2 എന്ന് പറയുന്നത് അതിനകത്ത് ടെക്നിക്കലും കൂടിയിട്ട് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത് 18 മുതൽ 33 വയസ്സ് വരെയാണ് ഏജ് പറയുന്നത്. പ്ലസ് OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ SC STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും ഉണ്ട്. അപ്പൊ നമ്മുടെ വേക്കൻസി എത്രയാണ്? 2569 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഏജ് ക്രൈറ്റീരിയ അവർ പറയുന്നത് ലോവർ ഏജ് ലിമിറ്റ്, എല്ലാ പോസ്റ്റിലേക്കും എല്ലാ കാറ്റഗറിയിലേക്കുമുള്ള ലോവർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന് ശേഷം, അത് ഈ ഒരു ഏജിന് ശേഷം എന്താണ് ജനിച്ചവർക്ക് പറ്റില്ല. ഏതാണ് 2008 ജാനുവരി 1 ശേഷം ജനിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അത് കോമൺ, എല്ലാ കാറ്റഗറിയിലെയും എടുത്ത് നോക്കുകയാണെങ്കിൽ 2008 ശേഷം ജനിച്ചവർ, 2008 ജാനുവരി 1 ശേഷം ജനിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പർ ഏജ് ലിമിറ്റ് ആണെങ്കിൽ, ജനറലിനാണെങ്കിൽ 93 1993 ജാനുവരി 2 മുൻപ് ജനിച്ചവർക്ക് പറ്റില്ല. OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ 90 മുൻപ് ജനിച്ചവർക്ക് പറ്റില്ല. ആൻഡ് SC STയുടെ കേസ് ആണെങ്കിൽ 88 മുൻപ് ജനിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇതിനിടയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എന്താണ് ആ ഒരു ക്രൈറ്റീരിയ, കാറ്റഗറി ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയതിനു ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്തുകൊള്ളുക. അപ്പൊ നമുക്ക് ഇത് ആപ്ലിക്കേഷന് ഫീസ് ഉണ്ട്. അപ്പൊ ഫീ എന്ന് പറയുന്നത് എല്ലാ കാൻഡിഡേറ്റ്സിനും ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ഏതാണ് നമ്മുടെ CBT 1 അപ്ലൈ ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. അതുപോലെ തന്നെ SC ST അല്ലെങ്കിൽ എക്സ് സർവീസ്മെൻ, PWBD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റി കമ്മ്യൂണിറ്റി, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്, അപ്പോൾ ഇവർക്ക് എല്ലാവർക്കുമുള്ള ഫീസ് എന്ന് പറയുന്നത് എന്താണ് 250 രൂപയാണ്. അപ്പോൾ ഈ 250 രൂപയിൽ
നിങ്ങൾ CBT1 അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കാറ്റഗറിയിലുമുള്ള മറ്റ് 500 രൂപ ഫീസ് അടച്ചവർക്ക് നിങ്ങൾ CBT1 അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപ എടുത്തിട്ട് 400 നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമേ അത് റീഫണ്ട് ചെയ്ത് തരികയുള്ളൂ. സോ ഇനി എക്സാമിന്റെ ആ ഒരു പാറ്റേൺ എടുക്കുകയാണെങ്കിൽ 2 ടയറാണുള്ളത്. CBT1 ഉണ്ട്, CBT2 ഉണ്ട്. അപ്പൊ CBT1 എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ മറ്റ് റെയിൽവേ എക്സാംസിനെ പോലെ തന്നെയാണ്. നമുക്ക് മെയിൻ മാത്സ്, റീസണിങ് ഉണ്ട്, ജനറൽ അവയർനെസ്സും ജനറൽ സയൻസ്. നമ്മുടെ ഈ ഗ്രൂപ്പ് ഡി ഒക്കെ പോലെ തന്നെ മാത്സ്, റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് ആണ് CBT1 മൊത്തം 90 മിനിറ്റിന്റെ എക്സാം ആണ്. 100 മാർക്കിനുള്ള 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക് വെച്ച് മൊത്തം 100 മാർക്കിന്റെ എക്സാം ആണ്. അപ്പൊ അത് ക്ലിയർ ആവുന്നവർക്ക് CBT2 ഉണ്ടായിരിക്കും. അപ്പൊ CBT2വിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ഉണ്ട്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മാത്രം ഒരു 15 മാർക്കിന് ഉണ്ടാകും. ബേസിക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് 10 മാർക്കിനുണ്ട്. എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ 10 മാർക്കിനുണ്ട്. ദെൻ ടെക്നിക്കൽ സൈഡ് 100 മാർക്കിനും ടെക്നിക്കൽ സൈഡാണ്. ടോട്ടൽ 1.5 മണിക്കൂർ എക്സാം, 2 മണിക്കൂർ 120 മിനിറ്റ് എക്സാം ഉണ്ട്. അപ്പൊ 120 മിനിറ്റ് എക്സാം, 150 ചോദ്യങ്ങൾ, 150 മാർക്കിനായിരിക്കും നിങ്ങളുടെ CBT2 വരുന്നത്. അപ്പൊ CBT2 കംപ്ലീറ്റ്ലി ടെക്നിക്കൽ ബേസ് ചെയ്തിട്ട് തന്നെയാണുള്ളത്. CBT1 ഒരു ടെക്നിക്കൽ സൈഡും വേണ്ട, ജസ്റ്റ് നമ്മുടെ നോർമൽ ബാക്കി റെയിൽവേ എക്സാംസ് പോലെ തന്നെ മാത്സ്, റീസണിങ്, പിന്നെ ജനറൽ സയൻസും ജനറൽ അവയർനെസ്സും മതി. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് എക്സാം പാറ്റേൺ ഒക്കെ കിട്ടി കാണും. അപ്പൊ അപ്ലൈ ചെയ്യാൻ കഴിയുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ AZB അക്കാഡമിയോടൊപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ JEE ബാച്ച് തുടങ്ങുന്നതായിരിക്കും. സോ NTPC അപ്ലൈ ചെയ്തവർക്ക് വേണ്ടിയിട്ട് AZB അക്കാഡമി RRB NTPCയുടെ കംപ്ലീറ്റ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്